ബി.ജെ.പിയുടെ സംഘപരിവാറിന്റെ നിലപാട് എന്താണ്, ദക്ഷിണേന്ത്യക്കാരോട് മലയാളികളോടുള്ള നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ബി.ജെ.പി എം പി സുഷ്മിതാ ദേബ് നടത്തിയ പരാമർശം. ബി.ജെ.പി എം പി സുഷ്മിതാ ദേബ് മലയാളികളെ ലുങ്കിവാലകൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിനെ എതിരെ രാജ്യസഭയിൽ ആഞ്ഞടിച്ച് ജോൺ ബ്രിട്ടാസ് എം പി. ഇന്ത്യക്കാരനും ദക്ഷിണേന്ത്യക്കാരനും മലയാളിയുമായതിൽ അഭിമാനിക്കുന്നുവെന്ന് ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു. Sir, it is with a heavy heart I raise this matter because it's a question of the garima of this house, prestige and honor. And it's a bipartisan issue. Let me just tell at the outset, I'm a proud Indian, South Indian, and of course a proud Malayali, sir. There is no South Indian, North Indian. What is the problem, you tell me? Sir, we all are Indians only. Please allow me, sir. I cherish every moment being a Malayali, our language, culture, cuisine, and of course the attire, sir. Our constitution celebrates our diversity. A honorable member who I hold in high esteem, let me just say, that member came here and was disturbing me when I was fulfilling my obligation as a mover of a statutory resolution. Sir, please. And, sir, Please take your seat. I'm coming back. I'm coming back. Sir, the verbal duel is okay, we fight each other. But she repeatedly called me Lungi Wala, Lungi Wala. Now I will make my observation. Aranji, you please take your seat. Let me make my observation, please. Let me make my observation, please. Let me make my observation, please take your seat. ബി.ജെ.പി എം പി സുഷ്മിതാ ദേബിനെ നേരിട്ട് വിളിച്ച് ഈ വിഷയത്തിൽ എതിർപ്പ് അറിയിക്കുമെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ പറഞ്ഞു. I would advise the honorable members should be careful not to hurt the sentiments and the feelings of fellow members. Our culture is unique and it is inclusive of diverse regional cultures. There should be no disrespect to the cultural traditions and the regional identities of our colleagues. I will invite the honorable members concerned to my chamber shortly and I will sort it out. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരു സഭകളും 2 മണിവരെ നിർത്തിവെച്ചു. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. വിഷ്ണു, ജോൺ ബ്രിട്ടാസ് എം പി സംസാരിക്കുമ്പോൾ പിറകിൽ വന്നാണ് നിരവധി തവണ സുഷ്മിതാ ദേബ് ലുങ്കിവാല എന്ന് വിളിച്ചത്. ഇത് ഒരു എം പിയെ മാത്രമല്ല, മലയാളികളെ ദക്ഷിണേന്ത്യക്കാരെ ആകെ ആക്ഷേപിക്കുന്നതാണ്. എന്താണ് സംഘപരിവാറിന്റെ ബി.ജെ.പിയുടെ ഉള്ളിലിരിപ്പ് എന്ന് ആ എം പിയുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നു. ഏതായാലും ഉപരാഷ്ട്രപതി രാജ്യസഭാ ചെയർമാൻ ഇക്കാര്യത്തിൽ സുഷ്മിതാ ദേബിനെ നേരിട്ട് വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താണിന്ന് പാർലമെന്റിന് ഈ വിഷയമാണോ, ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയമാണോ കത്തി നിന്നത്? എന്താണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ ഒരു നിലപാട്? നേരത്തെ പല എം പിമാരും സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്തു. സിജു, തുടർച്ചയായിട്ടുള്ള ഇത്തരത്തിൽ 18ാമത്തെ ദിവസവും വലിയ പ്രതിഷേധം തന്നെയാണ് രാജ്യസഭയിലും ലോക്സഭയിലും അരങ്ങേറിയത്. ലോക്സഭയിൽ അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തുന്നത്. ഏതായാലും രാജ്യസഭയിലാണ് കഴിഞ്ഞ ദിവസമാണ് ജോൺ ബ്രിട്ടാസ് എം പി ബില്ലിൽ പങ്കെടുത്തുകൊണ്ട് ചർച്ചയിൽ സംസാരിക്കുമ്പോഴാണ് ജോൺ ബ്രിട്ടാസ് എം പിയുടെ പുറകിലിരുന്ന ലുങ്കിവാല എന്നൊരു പരാമർശം പല ആവർത്തി ബി.ജെ.പി എം പി ആയിട്ടുള്ള സുഷ്മിതാ ദേബ് നടത്തിയത്. അതിനെതിരെ ജോൺ ബ്രിട്ടാസ് എം പി ഒരു പ്രിവിലേജ് മോഷൻ നൽകിയിരുന്നു. അതോടൊപ്പമാണ് ഇന്ന് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എം പി ഇക്കാര്യം ഉന്നയിച്ചു. അതായത് അതിരൂക്ഷ വിമർശനമാണ് ജോൺ ബ്രിട്ടാസ് എം പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തായാലും ഇന്ന് ഈ ലുങ്കിവാല പരാമർശത്തിലാണ് രാജ്യസഭയിൽ വലിയ തലത്തിലുള്ള ഭരണപക്ഷ പ്രതിപക്ഷ പ്രതിഷേധം വാക്കുതർക്കമൊക്കെ തന്നെ ഉണ്ടായത്. ജോൺ ബ്രിട്ടാസ് എം പി കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയത് ഭരണഘടന അത് വൈവിധ്യത്തിൽ ഊന്നിയതാണ്. ആ വൈവിധ്യമാണ് ഈ രാജ്യത്തിന്റെ ഐക്യം എന്നത് തന്നെയാണ് ജോൺ ബ്രിട്ടാസ് എം പി എന്തായാലും ഇന്ന് രാജ്യസഭ അധ്യക്ഷനും കൃത്യമായി തന്നെ പറഞ്ഞത്. ഇത്തരം പരാമർശങ്ങൾ ഒരു അംഗങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ ശരി വിഷ്ണു, ഏതായാലും ഇന്ന് പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കിയത് കേരളത്തെ അപമാനിച്ച സുഷ്മിതാ ദേബ് എന്ന ബി.ജെ.പി
MP-യുടെ വാക്കുകളാണ്. കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ പിറകിൽ വന്നാണ് നിരവധി തവണ ലുങ്കിവാല എന്ന് വിളിച്ച് അധിക്ഷേപിച്ച്. ഇതിനെതിരെയാണ് ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. രാജ്യത്തെ ബഹുസ്വരതയെ തകർക്കുന്ന നിലപാടുകളാണ് BJP-ക്കുള്ളത്, സംഘപരിവാറിനുള്ളത്. ദക്ഷിണേന്ത്യക്കാരോടുള്ള പക അതുതന്നെയാണ് ആ വാക്കുകളിൽ നിന്ന്, MP-യുടെ വാക്കുകളിൽ നിന്ന് പുറത്തു വരികയും ചെയ്തത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് നിലവിൽ ഏത് തരത്തിലുള്ള പ്രതിഷേധം? നിലവിൽ രാജ്യസഭാ ചെയർമാൻ ഇക്കാര്യത്തിൽ ഈ MP-യെ വിളിച്ചു വരുത്തും, പ്രതിഷേധം അറിയിക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുമപ്പുറം എന്തൊക്കെ പ്രതിഷേധ പരിപാടികളാണ് കേരളത്തിലെ MP-മാർ ആലോചിക്കുന്നത്? സിജു, എന്തായാലും കടുത്ത പ്രതിഷേധം തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള MP-മാരൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. കാരണം ലുങ്കിവാല എന്ന പരാമർശം അത് കൃത്യമായി തന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ അപമാനിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് MP-മാരും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മറ്റ്. ശരി, വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.